പിന്നെ നമുക്ക് മലയാളികൾക്ക് മലയാളത്തിന് മാത്രമാണ് ഈ വേഷഭൂഷാദികളിലൊക്കെ പരാതിയും പാട്ടിൻ്റെ കാര്യത്തിൽ പരാതിയും കോപ്പി അടിച്ചതാണെന്ന് പറയലും ഒക്കെ മലയാളത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ മടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്ന ഇത് പാടിക്കഴിഞ്ഞാൽ ഇത് മറ്റേ ആൾ പറഞ്ഞ പോലെ മറ്റേ ആൾ പ്രശസ്തമാക്കിയ പാട്ട് ഇങ്ങോട്ട് എടുത്ത് പാടി എന്ന് പറയില്ല. അതേസമയത്ത് പറന്നു പറന്നു പറന്ന് ചെല്ലാൻ തൃക്കൊടുത്താനാവാനൊന്നും താൻ ശ്രമിക്കണ്ട, അത്രയും വളർന്നിട്ടില്ല, ഒരിക്കലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് ആവേയില്ല. കാരണം ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതേ. ഞാൻ കോപ്പി അടിക്കണതല്ല. ഈ മലയാളം പാട്ട് എപ്പോൾ പാടിയാലും അത് ആരെങ്കിലും തമ്പുരാൻ പാടി വെച്ചേക്കുന്ന പാട്ടായിരിക്കും. അത് പാടിയാൽ അത് അയാളുടെ പോലെ ആവാൻ ശ്രമിക്കുന്നു. എന്നാൽ തമിഴിലോ നമ്മൾ കന്നഡയിലോ ഒരു പാട്ട് പാടിയാൽ അവിടെ മഹാന്മാർ ഇതിലും വലിയ മഹാന്മാർ ഒത്തിരി പാടിയിട്ടുണ്ട്. അവരെ ഉപമിച്ച് കളിയാക്കില്ല നമ്മളെ. തമിഴന്മാരോ മറ്റുള്ള ഭാഷക്കാരോ ഇല്ല, മലയാളികൾ മലയാളം അറിയുന്നവർ മാത്രമാണ് തെറി പറയുന്നത്, കോപ്പിയടി എന്ന് പറയുന്നത്. പക്ഷേ അത് മറ്റവരുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് 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 കിടക്കുന്നതുകൊണ്ട് പുതിയത് ഉൾക്കൊള്ളാനുള്ള ഒരു വിഷമായിരിക്കാം. അതെ, പക്ഷെ ഒരിക്കൽ പോലും അനുകരിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങനെ പറ്റില്ലല്ലോ. അതിപ്പോൾ പലരും എന്നെ ഇഷ്ടപ്പെടുന്നവരല്ലാത്ത ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറന്ന് പാടിയാൽ, പൂവനങ്ങൾ പാടിയാൽ, പുത്തൻ തിരുവാതിര പാടിയാൽ ഇതൊക്കെ സച്ചേട്ടൻ പാടി പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. ഇതൊക്കെ ഞാൻ പാടുന്നത് എൻ്റേതായ ഒരു രീതി കൂടി അതിലുണ്ട്. അപ്പോൾ അത്രത്തോളം ആയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത്രത്തോളം ആവാൻ പറ്റില്ല. സച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു മഹാപ്രതിഭ, അദ്ദേഹത്തെ പോലെ എനിക്കാവാൻ സാധിക്കണം. അങ്ങനെയാണ്. ഞാൻ ഗോപിനാഥിൻ്റെ മോനാണ്. ഗോപിനാഥ് എന്തൊക്കെ ചെയ്തിരുന്നു അത്രയൊക്കെ തന്നെ ആവുള്ളൂ. അതിനേക്കാൾ കൂടുതൽ പഠിച്ചാൽ കുറച്ചും കൂടി ആവും. ഇതിലുപരി സച്ചേട്ടൻ്റെ പോലെ ഒരിക്കലും എനിക്ക് ആവാൻ പറ്റില്ല. അപ്പം എന്നെ കളിയാക്കുന്നവർ, ചീത്ത പറയുന്നവർ, സച്ചിദാനന്ദനാവാൻ ശ്രമിക്കണ്ട, ആവാൻ ശ്രമിക്കണില്ലേ, ദയവ് ചെയ്ത് ഇനിയെങ്കിലും പാട്ട് പാടുമ്പോൾ ആ പാവം ജീവിച്ചു പോട്ടെ, അരി മേടിച്ചു പോട്ടെ, ആരെങ്കിലും വിളിച്ച് പാടിച്ച് 4 പൈസ കിട്ടിയാൽ ഒരു കുടുംബവും എൻ്റെ കൂടെ കൂടുന്ന പക്കമേളത്തിൻ്റെ കുടുംബത്തിലേക്കും അരി മേടിക്കാനുള്ള കാശ് തന്നെയാണ് കിട്ടുന്നത്. അല്ല, പിന്നെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കമൻറ്റാണ്, പൈസ ഫുൾ എന്താണ് കുടുംബം മുഴുവനും അല്ലേ ഇരിക്കുന്നത്, അപ്പോൾ കിട്ടണ പൈസ ആക്ച്വലി ഞങ്ങള് 4 പേരാ, ബാക്കി 5 പേര് പുറത്തുനിന്നാ. ഞങ്ങളുടെ 4 പേരുടെ പൈസ ഒരാളുടെ പൈസക്ക് 4 പേര് ഫ്രീയാ. അതെ അതെ അതെ. മറ്റേത് പക്കമേളത്തിന് അവർക്ക് അവരുടേതായ റേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നാള് ബാലുഭാഷയോട് ചോദിച്ചു, മാഷേ ഈ കമന്റ് കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കണത്, നമ്മൾ ഇത്ര പേരേ ഉള്ളൂ, നിങ്ങൾ ഇത്ര പേരുണ്ട്, അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ ഫുൾ ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4, പക്കമേളം ഒരു 5, 9 പേരാണ്. കുട്ടികൾ ചെന്നൈയിലായിരുന്ന കാലത്ത് 9 എന്നുള്ളത് 7 ആയി. അതിൽ പ്രതിഫലത്തിൽ വ്യത്യാസം വരുന്നില്ല. എനിക്കൊരു റേറ്റ് കിട്ടണമല്ലോ. എനിക്ക് ഇപ്പോൾ ഏതൊരു സ്ഥാനത്തിനും ഒരു ബ്രാൻഡഡ് ഒരു ഗുഡ് വില്ലുണ്ട്. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ തന്നെയാണ് ആ ഗുഡ് വില്ല്. ഇപ്പം മൈദയുടെ പൈസ അല്ലല്ലോ ഹോർലിക്സിന്, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ പണിയെടുത്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു വിലയുണ്ട്. ആ ഒരു വില എനിക്ക് കിട്ടണം. ഏറ്റവും പ്രശസ്തനായ ബാലകൃഷ്ണ കമ്മത്ത്, അദ്ദേഹത്തിനൊരു റേറ്റ് ഉണ്ട്. മാഞ്ഞൂർ രഞ്ജിത്തിനൊരു റേറ്റ് ഉണ്ട്. ഇപ്പോൾ നാഞ്ചിൽ അരുളി വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു റേറ്റ് ഉണ്ട്. ആദിത്യനല്ലൂർ അനിൽകുമാർ, ഗോപൻ, ഇവർക്കൊക്കെ അവരുടേതായ ഒരു റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ ഇന്ന് 10 രൂപ കിട്ടിയാലും എനിക്കിന്ന് 1 ലക്ഷം രൂപ കിട്ടിയാലും അവർക്ക് ഞാൻ കൂടുതലും കൊടുക്കണ്ട, കുറച്ചും കൊടുക്കണ്ട. അപ്പോൾ അതൊരു കണക്കല്ല. എന്തിനും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പോലെ ആവരുത് എന്നാഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല. നമുക്ക് പണം വേണം. ഇപ്പോൾ ഞാൻ ആരെങ്കിലും വിളിച്ച് എന്നെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി നല്ല മനുഷ്യന്മാർ പുറത്തുള്ളവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അവൻ്റെ ഫീസ് അടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഞാൻ കലാകാരനാണ്, ഞാൻ വലിയ ധനികനല്ല എന്നറിഞ്ഞിട്ട് തന്നെ അവരൊക്കെ നമ്മളുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഇല്ലായ്മ നമ്മൾ പറഞ്ഞു നടക്കുന്നില്ല. പിന്നെ ഞാൻ ചോദിച്ച് എൻ്റെ ഫോൺ കാണുമ്പോൾ എടുക്കാതാവുന്നൊരവസ്ഥ, അതൊന്നും വരാതിരിക്കട്ടെ എന്നാണ് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം നമുക്കുള്ളൊരു സൗഹൃദം നിലനിന്ന് പോകണമെങ്കിൽ പണം വലിയൊരു പ്രശ്നമാണ്. ഒരാളോടൊരു 10 രൂപ കടം ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എന്നെ കാണുമ്പോൾ അദ്ദേഹം മുഖം ധരിക്കും, എന്നെ കാണുമ്പോൾ മാറി നടക്കും. പക്ഷേ നമ്മുടെ വിഷമങ്ങൾ ഇതെല്ലാം ഇല്ലായ്മകളും പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് തന്നെയാണ് ഏതൊരു കലാകാരനും ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് കണ്ണൻ ജീവിക്കുന്നത്.